നമ്മുടെ നാടിന് വേണ്ടി ബഹുമതിയോടുകൂടി അദ്ദേഹത്തിന്റെ മൃതദേഹം ജീവൻ ബലി നൽകിയ വീരമൃത്യു വരിച്ച ധീര സൈനികന് രാജ്യം അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി രാജ്യത്തിന്റെ കാവലാളായി നിന്ന ധീര സൈനികൻ സുനിൽകുമാർ, അദ്ദേഹമാണ് വീരമൃത്യു വരിച്ചത്. അദ്ദേഹത്തിന്റെ മൃതദേഹം സൈന്യം അവിടെ നിന്ന് കൊണ്ടുപോകുന്ന ആർഎസ്പുര സെക്ടറിലുണ്ടായ ആക്രമണത്തിലാണ് സുനിൽകുമാർ ജീവൻ നഷ്ടമായത്. ധീര സൈനികൻ സുനിൽകുമാറിന്റെ ഭൗതിക ശരീരം അന്തിമോപചാരം അർപ്പിക്കുന്നു. സഹപ്രവർത്തകരും ഉയർന്ന സേനാ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ജമ്മുവിൽ നിന്ന് ആർഎസ്പുരയിലുണ്ടായ പാക് ആക്രമണത്തിലാണ് സുനിൽകുമാർ എന്ന സൈനികന് ജീവൻ നഷ്ടമായത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ സൈനികോപചാരം അർപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച സൈനികനാണ്, രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹവുമായാണ് ഇപ്പോൾ സൈനികർ ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് വീട്ടിലേക്ക് എത്തിക്കുകയാണ്. ആർഎസ്പുരയിൽ നടന്നിട്ടുള്ള ഏറ്റുമുട്ടലിനിടയിലാണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ആളുകൾ നോക്കൂ, അവിടെ ചുറ്റും ആളുകൾ ചേർന്ന് നിൽക്കുകയാണ്. നമ്മൾ ഓരോരുത്തർക്കും അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി, നമ്മൾ 140 കോടി ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടി ആണ് അദ്ദേഹത്തിൻ്റെ ജീവൻ അദ്ദേഹം ബലി അർപ്പിച്ചിരിക്കുന്നത്, ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഉദംപൂരിലും ദൃശ്യങ്ങളിൽ കാണാം. ഉദംപൂരിലും വ്യോമസേന ഉദ്യോഗസ്ഥനായ ഒരു സൈനികന് വീരമൃത്യു വരിക്കേണ്ടി വന്നിരുന്നു. ഉദംപൂരിൽ സംഭവിച്ചത് അവിടെ പാകിസ്ഥാന്റെ വ്യോമാക്രമണം, അത് ഫലപ്രദമായി നമ്മുടെ സേനാ വിഭാഗങ്ങൾ ചെറുത്തു. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഡ്രോണുകൾ തകർത്തു. എന്നാൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സുരേന്ദ്രകുമാർ അദ്ദേഹത്തെ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ പതിക്കുകയായിരുന്നു. അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റ സൈനികനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും സുരേന്ദ്രകുമാർ മോഗ അദ്ദേഹത്തിന് ജീവൻ നഷ്ടമാവുകയായിരുന്നു, വീരമൃത്യു വരിക്കുകയായിരുന്നു. ഇപ്പോൾ മറ്റൊരു സൈനികൻ സുനിൽകുമാർ, അദ്ദേഹത്തിന് സൈന്യം അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ജമ്മു കശ്മീർ ജനത അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. രാജ്യത്തിന് വേണ്ടി പൊരുതി ജീവൻ നഷ്ടമായ വീരമൃത്യു വരിച്ച സൈനികന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ജമ്മുവിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി. അവിടെ കെട്ടിടങ്ങളിലും പാതയോരങ്ങളിലുമൊക്കെ ആളുകൾ തടിച്ചുകൂടുന്ന കാഴ്ച കൂടി നമ്മൾ കാണുകയാണ്. സൈനികൻ സുനിൽകുമാറിൻ്റെ, വീരമൃത്യു വരിച്ച സുനിൽകുമാറിൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ സൈന്യത്തിൻ്റെ ആദരത്തോടുകൂടി, രാജ്യത്തിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടി അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും നമുക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച സൈനികൻ്റെ മൃതദേഹം എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രാജ്യം അദ്ദേഹത്തിന് ഔദ്യോഗിക ബഹുമതികളോടുകൂടി അദ്ദേഹത്തിൻ്റെ സംസ്കാരം അല്പസമയത്തിനകം തന്നെ നടക്കും.